ഇന്നത്തെ നമ്മുടെ കഥയിലെ നായകൻ മിഥുനാണ്. അപ്പോൾ ഞാനിനി മിഥുനായിട്ട് തന്നെ സംസാരിക്കാം. എൻ്റെ പേര് മിഥുൻ. ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ തന്നെ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഈ കഥയിലെ നായിക എൻ്റെ ചേച്ചി ആതിരയാണ്. അതായത് എൻ്റെ അമ്മയ്ക്ക് മൊത്തം 3 സഹോദരിമാരാണ്. അതിൽ അമ്മയുടെ മൂത്ത സഹോദരിയുടെ മകളാണ് ആരതി. ആരതി ചേച്ചിയെ കുറിച്ച് പറഞ്ഞാൽ ചേച്ചിക്കിപ്പോൾ പ്രായം 28 കഴിഞ്ഞു. എന്നാലും ഒരു 24-25 തോന്നുള്ളൂ. കാരണം ചേച്ചിക്ക് പ്രായം റിവേഴ്സ് ഗിയറിലാണെന്നാ എല്ലാവരും പറയുന്നത്. ചേച്ചിയുടെ ഫ്രണ്ട്സിൽ ബാക്കി എല്ലാവരും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു ആന്റി ലുക്ക് ആയിട്ടുണ്ട്. അതിൽ ചേച്ചി മാത്രമാണ് ഇത്രയും ചെറുപ്പം. പിന്നെ പണ്ടത്തെ കാരണവന്മാരായതുകൊണ്ട് ചേച്ചിക്ക് 19 വയസ്സ് തികയും മുമ്പേ കെട്ടിച്ചു വിട്ടു. പക്ഷേ അതാണ് അതിലും വലിയ കോമഡി. കെട്ടിയവൻ ഒരു പൊട്ടനാ. അവൻ അവളെ ഇട്ടിട്ട് ഒരു കിളവിയുടെ കൂടെ പോയിരിക്കുന്നു. പക്ഷേ പോകുന്ന പോക്കിൽ 2 പിള്ളേരെയും കൂടി കൊടുത്തിട്ടാ അവൻ പോയത്. അതിൽ മൂത്തത് ഒരാണും പിന്നെ ഒരു പെണ്ണും. മൂത്തവൻ ഇപ്പോൾ 5-ലും ഇളയത് 1-ലും. ചേച്ചിയുടെ അച്ഛൻ പണ്ടേ ഒരു കുടിയനായിരുന്നു. അങ്ങനെ കുടിച്ച് അവരുടെ വീടും സ്ഥലവും വിൽക്കേണ്ടി വന്നു. ഇതിനു മുമ്പുണ്ടായിരുന്ന കല്യാണ ആവശ്യങ്ങൾക്കായി വിൽക്കേണ്ടി വന്നതും പിന്നെ അവിടെ അച്ഛൻ കുടിച്ചിട്ട് വരുന്ന സഹിക്കാതെ ചേച്ചിയും പിള്ളേരും എൻ്റെ വല്യമ്മയുടെ കൂടെ ഇപ്പോൾ വേറൊരു വീടെടുത്ത് താമസിക്കുന്നു. കൂടെ കുറെ ബാധ്യതകളും. പിന്നെ വല്യമ്മയാണെങ്കിൽ ചേച്ചി ഒറ്റക്കാണോ എന്ന് പോലും നോക്കാതെ ഇടയ്ക്ക് മൂത്ത മോളുടെ വീട്ടിൽ പോയി നിൽക്കും. പിന്നെ അവർക്ക് കിട്ടുന്ന ക്യാഷും അവിടെ തന്നെയാണ് കൂടുതൽ ചെലവാക്കുന്നതും. പേരിന് ചേച്ചിയുടെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതങ്ങനെ ഒന്ന്. ഇനി എന്നെ പറ്റി പറഞ്ഞാൽ ചേച്ചിക്കുള്ള സഹോദരന്മാരിൽ ഏറ്റവും ഇഷ്ടം എന്നോടാണ്. കാരണം വേറെ ആരും ചേച്ചി തിരിഞ്ഞു പോലും നോക്കില്ല. കാരണം ഇനി എങ്ങാനും ചേച്ചി അവരോട് കടം ചോദിച്ചാലോ? ഇതാണ് ചേച്ചിയുടെ അവസ്ഥ. പിന്നെ ഞാൻ എന്റെയിലുള്ളതുപോലെ ഇടയ്ക്ക് ചേച്ചിയെ സഹായിക്കും. അതുകൊണ്ടാണോ ആവോ ചേച്ചിക്ക് എന്നോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇനി എന്നെ കാണാൻ ഒരു ഇരുനിറം, 5 അടി പൊക്കം, അത്യാവശ്യത്തിന് തടി. പിന്നെ ഞങ്ങൾ 2 ആളും ഒരുമിച്ച് നിന്നാൽ ഭാര്യയും ഭർത്താവുമാണെന്ന് എല്ലാവരും പറയൂ. ഇനി ചേച്ചിയെ പറ്റി പറയാം. ഞങ്ങൾ 2 പേരും ഒരേ കളറാണ്. പിന്നെ എൻ്റെ തോളിന്റെ അത്രയേ ഉള്ളൂ ചേച്ചി. 2 മക്കളുടെ അമ്മയാണെന്ന് പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. നല്ല കറുത്ത നീളമുള്ള മുടി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോളൂ കേട്ടോ. ഇനി കഥയിലേക്ക് വരാം. എനിക്ക് ആദ്യമൊന്നും ചേച്ചിയോട് ഇതുപോലെ ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് തുടങ്ങിയത് അന്ന് ചേച്ചിയുടെ ഭർത്താവ് ചേച്ചി ഉപേക്ഷിച്ചു പോയതിനു ശേഷമാണ്. അപ്പോ തൊട്ട് എനിക്ക് ആതിര ചേച്ചിയെ വിവാഹം കഴിച്ചാലോ എന്നുവരെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല. നമ്മുടെ ഈ സമൂഹം അതിനൊന്നും അനുവദിക്കുകയുമില്ല. ഒരിക്കൽ ഞങ്ങൾ ഫാമിലിയായി ദൂരെയുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ അന്ന് എന്റെ വീട്ടിൽ നിന്നാണ് എല്ലാവരും പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തലേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. പുലർച്ചെ കുളിച്ചു പോകാനായിരുന്നു പ്ലാൻ. അന്ന് രാത്രി എല്ലാവരും അവിടെയും ഇവിടെയുമായി കിടന്നു. അപ്പോൾ പിള്ളേരെല്ലാം വേഗം പോയി എന്റെ റൂമിലെ കട്ടിലിൽ സ്ഥാനം പിടിച്ചു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു താഴെ വിരിച്ച് ഞാനും കിടന്നു. അപ്പോഴാണ് ആതിര ചേച്ചി അങ്ങോട്ട് കിടക്കാനായി വരുന്നത് കണ്ടത്. കൂടെ എന്റെ അമ്മായിയും ഉണ്ടായിരുന്നു. ഞാൻ ചുമരിനോട് ചേർന്ന് നീങ്ങിക്കിടന്നു. അവർക്ക് കിടക്കാനായി സ്ഥാനം ഒരുക്കി കൊടുത്തു. അപ്പോ അമ്മായി അപ്പുറത്തും ആതിര ചേച്ചി എന്റെ അടുത്തുമായി കിടന്നു. അന്നെന്റെ കയ്യിലുള്ള പുതപ്പാണ് ഞാൻ ആതിര ചേച്ചിക്ക് പുതക്കാൻ കൊടുത്തത്. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം എല്ലാവരും ഉറങ്ങി. റൂമിൽ തണുപ്പ് മൂലം എനിക്ക് തണുത്തു തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ ചേച്ചി പൊതിച്ചിരുന്ന പുതപ്പിൽ കുറച്ച് ബാക്കിയുണ്ട്. ഞാനത് വലിച്ച് പുതച്ചു. അപ്പോഴാണ് ചേച്ചി തിരിഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചത്. ഉറക്കത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അവിടെ എന്താണ് നടന്നതെന്ന് എനിക്കും ചേച്ചിക്കും ഇപ്പോഴും ഓർമ്മയില്ല. എല്ലാം പെട്ടെന്നങ്ങ് സംഭവിച്ചു. ചേച്ചിയും ഞാനും ആ ഇരുട്ടത്ത് വെച്ച് നന്നായി ആഘോഷിച്ചു. അമ്മായി അറിയാതെ ശബ്ദം താഴ്ത്തി ചേച്ചി എനിക്ക് പലതും തന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ എത്രയോ കാലമായി ആഗ്രഹിച്ചു നിൽക്കുന്ന കാര്യമാണ് ഇപ്പോൾ ചേച്ചി തന്നെ എനിക്ക് തന്നത്. എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ 2 ആളും ഒന്നും മിണ്ടാതെ കിടന്നു.
പിറ്റേന്ന് രാവിലെ തന്നെ അവൾ എഴുന്നേറ്റ് കുളിക്കാനായി പോയി. അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാനുള്ള തിരക്കായി. അതിനിടയിൽ ഇന്നലെ നടന്നത് ഞാൻ ആലോചിച്ചു. കിടക്കപ്പായിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ അമ്മ വന്ന് സമയമായടാ, ബാത്റൂം ഒഴിവുണ്ട്, പോയി കുളിക്കാൻ പറഞ്ഞു. ഞാൻ നേരെ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് പോയി. പിള്ളേരുടെ ഒപ്പം പല്ലും തേച്ച് അവിടെ കിണറിന്റെ ഒരറ്റത്ത് തന്നെ ഒരു കുളിയും പാസാക്കി. എന്നിട്ട് വീടിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ എല്ലാ പെണ്ണുങ്ങളും എന്റെ മുറിയിലാണ്. അവർ കഥ കളിച്ചിരുന്നു. ഞാൻ അപ്പോൾ പുറത്തുനിന്ന് അമ്മയോട് എന്റെ മുണ്ടും ജുബയും എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോ അവിടെ നിന്ന് ആതിര ചേച്ചി, അതൊക്കെ ഹോളിൽ വെച്ചിട്ടുണ്ട്, നീ അവിടെ നിന്ന് ഡ്രസ്സ് മാറിക്കോ എന്ന് ഉള്ളിൽ നിന്നും പറഞ്ഞു. ഞാനപ്പോൾ ഇന്നലെ നടന്നതൊക്കെ ആലോചിച്ച് ഡ്രസ്സ് മാറി. അപ്പോഴേക്കും അവരെല്ലാം റെഡിയായി വന്നു. പെണ്ണുങ്ങളെല്ലാം സെറ്റ് സാരി ആയിരുന്നു വേഷം. ആതിര ചേച്ചിയും ഒരു പച്ച കസവ് സാരിയായിരുന്നു ഇട്ടിരുന്നത്. അതിൽ അവളെ കാണാൻ എന്തൊരു രസമായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ പുറത്ത് അമ്പലത്തിൽ പോകാൻ ഒരു ട്രാവലർ ഏൽപ്പിച്ചിരുന്നു. അത് എത്തി. എല്ലാവരും മുന്നിൽ കയറി സ്ഥലം പിടിച്ചപ്പോൾ ഞാൻ ബാക്കിൽ നിന്നും കുറച്ച് മുന്നിലായി 2 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിൽ പോയിരുന്നു. അപ്പോഴാണ് ആരതി ചേച്ചി എന്റെ അടുത്തിരിക്കാൻ വന്നത്. ഞാൻ അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവൾക്ക് വിൻഡോ സീറ്റ് കൊടുത്തു. എന്നിട്ട് അവളുടെ തൊട്ടിപ്പുറത്ത് ഞാനിരുന്നു. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർത്ത് ഞങ്ങൾക്ക് ചിരി വന്നു. പക്ഷേ ചെറിയൊരു നാണവും ഉണ്ടായിരുന്നു. കാരണം അത് ഇരുട്ടായിരുന്നല്ലോ. ഇപ്പോ പട്ടാപ്പകൽ വെളിച്ചത്തിലാണ് ഞാൻ അവളുടെ മുഖം ശരിക്കും ഒന്ന് കാണുന്നത്. ശരിക്കും ഞങ്ങൾ 2 പേരും നാണിച്ച് തല താഴ്ത്തി. എന്നിട്ട് ഞാൻ ചേച്ചിയുടെ ചെവിട്ടിലൊന്ന് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ, ഇഷ്ടപ്പെട്ടോ? ചേച്ചി ഒരു ചെറിയ പുഞ്ചിരി എനിക്ക് സമ്മാനിച്ചു. പറ, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വീണ്ടും ചോദിച്ചു. കൊള്ളാടാ, എന്റെ അനിയൻ ഇത്ര സൂപ്പറാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, ചേച്ചി എന്നോട് പറഞ്ഞു. ആണോ? എന്നാ എന്നും നോക്കിയാലോ നമുക്കിങ്ങനെ? അത് വേണോ? ചേച്ചി ചോദിച്ചു. വേണം, എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. ഈ ഇഷ്ടം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ഒരുപാട് നാളായി. അതെപ്പോ? അതൊക്കെ ഉണ്ട് ചേച്ചി, ചേച്ചിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ടട്ടോ. കൊള്ളാം, പറ, സമ്മതമാണോ? ആടാ, നോക്കാം. അങ്ങനെ വണ്ടി നീങ്ങിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഈ കഥയുടെ ബാക്കി